ഉണ്ണിയപ്പാണോ സ്പെഷ്യൽ? സ്പെഷ്യൽ ഉണ്ണിയപ്പം, ഉണ്ണിയപ്പം വെട്ടുകേക്ക്. ഉണ്ണിയപ്പം വെട്ടുകേക്ക്. കേക്ക് ഇപ്പൊ ഇടുന്നില്ല, എനിക്ക് കുഴക്കാൻ സുഖമില്ലാത്തതുണ്ടോ? പിന്നെ 10-22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഈ വർഷം തന്നെ 2 പ്രാവശ്യം. പിന്നെ ചായയും ചെയ്യുന്നുണ്ടല്ലേ? ചായ വേറെ പിന്നെ എന്തൊക്കെ ഉണ്ട്? രാവിലെ ഇച്ചിരി ചിക്കൻ കറി, പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, പിന്നെ കടല, കിഴങ്ങ്, ചമ്മന്തി, സാമ്പാർ. മിനിമം കാപ്പൂടി 50 രൂപ ഒരാള്. പാവപ്പെട്ടവരുടെ കപ്പി കുടിക്കും. പിന്നെ ഞാനിപ്പോ തുടങ്ങിയിട്ട് 27 വർഷമായി. 27 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കും. ഇവിടെ കൊണ്ട് എന്റെ ജീവിതം. കുഞ്ഞിവിടെ കിടന്ന പിച്ച വെച്ചത്, പിച്ച വെച്ച് നടന്നത് കുഞ്ഞിവിടെ കിടന്ന. ഞാൻ മരിച്ചിട്ട് 28 വർഷം ആയി. നമ്മള് ഒരു വാശിപ്പുറത്ത് വിടം കൊണ്ട് അങ്ങനെ ജോർജ് ഡോക്ടറുടെ കരുണയും സഹായവും ആയിരുന്നു. എനിക്ക് അടുപ്പൊക്കെ ഇവിടെ വെച്ച് തന്നായിരുന്നു. ഈ സ്ഥാപനം ഉള്ളിടത്തോളം കാലം സത്യത്തിന് ഇവിടം കൊണ്ട് ജീവിക്കാം, കുഞ്ഞിനെ ഇവിടം കൊണ്ട് വളർത്താം. പക്ഷെ അങ്ങനെ ഞാനൊരു കൂരയ്ക്ക് ഭാവിച്ചത്. പക്ഷെ അതിനകത്ത് ഞാൻ 20 വർഷം അത് മാർത്തിട്ടിട്ട് പൊടി കയറി എനിക്ക് അങ്ങനെ അസുഖമായത്. അങ്ങനെ ഒരു ലോൺ എടുത്തിട്ടാണ് ഞാൻ ആ വീട് ശരിയാക്കിയത്. അങ്ങനെ എന്റെ വീട് ഇപ്പൊ ജപ്തിയിലായി. 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ. അങ്ങനെ ഒരുപാട് പേരെയൊക്കെ കണ്ട് ആ കാലത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് എന്റെ വാക്ക് പറ്റാത്തോണ്ട് ഞാൻ പിന്നെ പോയില്ല. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ കിടക്കാം. പിന്നെ എന്റെ മോന് 2 കുഞ്ഞു മക്കളുണ്ട്. അവനും അടിസ്ഥാനങ്ങളോ അവന് വാപ്പായോ കൂടപ്പുറപ്പങ്ങളോ ഒന്നുമില്ല. അവനെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ ഞാനല്ലാതെ എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് അനാഥ. ആരുമില്ല. ഇവിടം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. മരണകാലം വരെ ഇവിടം കൊണ്ട് അങ്ങ് പോകണം. പിന്നെ ശരീരത്തിന് വയ്യാഴിയുണ്ട്, കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് എടുക്കാൻ പറ്റില്ല, ശരീരം കൊഴിഞ്ഞൊന്നും. മോന് ഓപ്പറേഷൻ 3 എണ്ണം കഴിഞ്ഞതാ. അപ്പൻഡീസ് പൊട്ടിപ്പോയി, 2 ഇരണിയുടെ. ഇപ്പൊ 4ാമത് വയറ്റ് വേദനയെന്ന് പറയുന്നു. അതൊക്കെ വലുതായിട്ടൊന്നും പെട്ടെന്ന് വയലന്റ് ആവും. ദേഷ്യോ. പക്ഷെ സ്വഭാവം നല്ലതാണ്. എല്ലാരും കയ്യിലുണ്ട്, എല്ലാരെയും സഹായിക്കും. പക്ഷെ വീട്ടുകാരെയൊക്കെ കൊണ്ട് ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അത്ര നല്ല സ്വഭാവമാണ്. അപ്പർഷാന്ന പേര്. പക്ഷെ നല്ല. പക്ഷെ എന്റെ കുഞ്ഞിന് ഒരു ഇതുമില്ല. കുഞ്ഞും കടത്തില്ല. കുഞ്ഞൊരു വണ്ടി എടുത്ത് അതിനകത്ത് പെട്ട് ഒത്തിരി കടത്തില്ല കുഞ്ഞ്. അവന് ഈ ട്രിപ്പർ അത് തിരിച്ച് കമ്പനിക്ക് കൊടുത്തു. 6 ലക്ഷം രൂപ അതിനകത്ത് അവർ തിരിച്ചങ്ങോട്ട് അടയ്ക്കണം. ഉണ്ണിയപ്പം, വെട്ടുകേക്ക്. പിന്നെ ഇപ്പൊ ചെലവില്ലാത്തോണ്ട് അധികം അങ്ങനെ ചെയ്യാറില്ല. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് ഉമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്? ഇവിടെ വന്ന് ചെയ്യുന്നതാണ്? ഇവിടെ ചെയ്യുന്നത്. മാവെല്ലാം കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യില്ലേ? ഉണ്ണിയപ്പം ഞാൻ കഴിച്ചു നോക്കുക. ഉണ്ണിയപ്പത്തിന് റേറ്റ് ഒക്കെ എങ്ങനെയാ? 5 രൂപ. ഒരെണ്ണത്തിന് 5 രൂപ. കടക്കാർ വിൽപ്പനക്കാർ ചോദിക്കുവാണെങ്കിൽ 4 രൂപ കൊടുക്കും. അവർക്ക് കച്ചവടത്തിനുണ്ട്. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ, സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് ബാംഗ്ലൂർ വടക്കോട്ട് വരുന്നത് സ്കൂളത്. ഇത് എവട്ടി സ്കൂള്, നടക്കാവൂർ LP സ്കൂള്. സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ സൈഡിലായിട്ട്, റോഡിന്റെ പടിഞ്ഞാറ സൈഡിൽ മാവലിക്കര പോകുന്ന റൂട്ട് ഇല്ലേ? റോഡിന്റെ പടിഞ്ഞാറ സൈഡിലായിട്ട. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. ഉമ്മയ്ക്ക് ജപ്തിയുടെ വക്കി നിൽക്കുക. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഉമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഉമ്മയുടെ അക്കൗണ്ട് നമ്പറേയും കൊടുത്തേക്കാം. കൊടുത്താൽ വലിയൊരു ഉപകാരമായിരിക്കും. എത്ര ലക്ഷം രൂപ ഉണ്ട്? 11 ലക്ഷം രൂപ. 5 മാസത്തിന് മുന്നേ 11 ലക്ഷം രൂപയായിരുന്നു. അപ്പൊ അതിൽ കൂടുതലായി കാണും. ആരെങ്കിലും ഉമ്മയൊന്ന് ആ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്താൽ വലിയൊരു സന്തോഷമായിരിക്കും. ഉമ്മയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഉമ്മയ്ക്ക് എങ്ങനെ സഹായം ചെയ്ത് കൊടുത്താൽ, ഈ വീഡിയോ കണ്ട് സഹായം ചെയ്ത് കൊടുത്താൽ വലിയ പുണ്യം കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല അതിനെ പറ്റിയൊന്നും. ആരെങ്കിലും ഒക്കെ കഴിയും കേട്ടോ. അത് വിഷമിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള. മക്കളെ കൊണ്ട് എങ്ങോട്ട് ഇറങ്ങി പോകുന്നുള്ള ബാങ്കുകാരെ മതി. നമ്മൾ എടുത്ത മുതലല്ലേ, നമ്മൾ എടുക്കാത്തല്ലോ. ഞാൻ മരിച്ചു വെച്ച കടമാണ്. ഈ കാണുന്ന സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു കടയാണ്. 27 വർഷത്തോ എത്ര വർഷമായമ്മ? 27 വർഷം. 27 വർഷമായിട്ട് നടത്തുന്ന കട. അന്നും ഇന്നും ഈ കട ഇന്ന് ഇതുപോലെ തന്നെ അല്ലയോ? 27 വർഷമായിട്ട് നടത്തുന്ന കടയാ. കാണുന്നവർ നേരെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കടയിലൊക്കെ ഒരു ഉണ്ണിയപ്പം മേടിക്കോ ചായയോ ഒക്കെ എന്താ ഉള്ളതിന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഒരു വലിയൊരു സഹായകവും ഉമ്മ ഒരു ജപ്തിയുടെ വക്കിൽ നിൽക്കുക. തണുപ്പിക്കണ്ടല്ലോ? വേണ്ട, കുഴപ്പമില്ല.
ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സാധാരണ എല്ലായിടവും പോയി വീഡിയോ എടുക്കുന്ന പോലെ എടുക്കാൻ വേണ്ടി വന്ന ഇവിടെ വന്ന് ഉമ്മയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ അത് ദുഃഖകരമായ കാര്യങ്ങളൊക്കെ എല്ലാം ജപ്തിയുടെ വക്കീലും കാര്യങ്ങളൊക്കെ. ഉമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉമ്മയെ സഹായിക്കും. ഞാൻ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിലും ഫോൺ നമ്പറും കൊടുത്തേക്കാം. കാരണം വിളിച്ച് ചോദിച്ചിട്ട് ആ ഫോൺ നമ്പറിൽ ഉമ്മയെ വിളിക്കാം. ഉമ്മയുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ തിരക്കിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് ആ ജപ്തി ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ വലിയൊരു സന്തോഷം. എന്താ യൂസുഫ് അലിയുടെ വീട്ടിൽ വരെ ഞാൻ പോയായിരുന്നു 4 വർഷത്തിന് മുമ്പ്. അപ്പൊ ഞാൻ ഒരു നോട്ടീസ് കൊണ്ടൊട്ടിച്ചു. ചെന്നപ്പോ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനെ ഒരു അപേക്ഷ എഴുതി അയച്ചു. ഒരു മറുപടി ഇല്ല. 2 പ്രാവശ്യം ഞാൻ അയച്ചു. അദ്ദേഹം എല്ലാരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആയിരക്കണക്കിന്. അപ്പൊ എനിക്ക് ജപ്തി ഒന്ന് ഒഴിവാക്കി തന്നെ എന്ന് വെച്ചപ്പം പലിശ എങ്കിലും ഒഴിവാക്കി തരുവാണെങ്കിൽ മുതൽ എങ്ങനെയും തുടർന്ന് നമുക്ക് കളിച്ചു പോകും. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒന്നും ഞാൻ അവിടെ വരെ തൃശ്ശൂർ വരെയും പോയി. ആരും പറഞ്ഞില്ല. എന്റെ മകൻ പോലും അറിഞ്ഞില്ല. വേറൊരാളിനെയും കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല. ബസ് യാത്ര ഒന്നും ചെയ്യത്തില്ല. എന്റെ നാട്ടിൽ പോലും ഞാൻ പോയി. എനിക്ക് ഉമ്മയില്ല, വാപ്പയില്ല, മരിച്ചുപോയി. ഈ തള്ളയായിരുന്നു എനിക്കൊരു സഹായം. ഉമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 വർഷമായി. ഉമ്മ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പിറ്റേന്ന് ഉമ്മ കഴിഞ്ഞ് വീടിന്റെ പ്രഷർ കൂടി ഞാൻ തളർന്ന് കിടന്ന്. എന്റെ ഉമ്മ ആയിരുന്നു എന്റെ പുറയിൽ എല്ലാത്തിനും നിന്നത്. ഞങ്ങൾ 4 പെൺപിള്ളാരാ. ഞാൻ വേണ്ട ഉമ്മയുടെ ഇനി കഥകൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കും സഹിക്കത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊട്ടും പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് മറ്റുള്ളവരെ വിഷമം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പിന്നെ എന്റെ മനസ്സിൽ നിന്ന് മാറത്തില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. ഞാനെന്ന് പറഞ്ഞ എന്റെ കാര്യം ഞാൻ ആരോടെയും പറയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ കേട്ട് കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ മനസ്സുള്ള ഒരു ഉമ്മയൊന്ന് സഹായിച്ചാൽ ജപ്തി ഒന്ന് ഒഴിവാക്കി തരണം. എന്റെ അപേക്ഷ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും ഒന്ന് എത്തിക്കുക. ഉമ്മയെ സഹായിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ ഉമ്മയുടെ എന്നെ കൊണ്ടാകുന്നുണ്ട് ഉണ്ണിയപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്. 2 ചായ ഞങ്ങൾ കുടിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ ഇതുവരെ ഇത്രയും വീഡിയോ ചെയ്തെങ്കിൽ ഇതുപോലെ വിഷമം തോന്നിയ വീഡിയോ എനിക്കൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. ഇത് ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഉമ്മയുടെ കേട്ടപ്പം സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാകും ഉമ്മ കേട്ടോ. അടുത്ത വീട്ടത്തിൽ ഓക്കെ.